ഈ സംഭവം നടന്ന സമയത്ത് ആക്ഷേപം വന്നിരുന്നു. ആ ആക്ഷേപത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് അതിനെ സംബന്ധിച്ച് എൻക്വയറി നടന്നിട്ടുണ്ട്. ആ എൻക്വയറി നടന്ന് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുറ്റക്കാരായി കണ്ട ആൾക്കാർക്കെതിരെ ശിക്ഷ നൽകിയിട്ടുള്ളതായിട്ടാണ് രേഖകളിൽ കാണുന്നത്. ഇനി ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു ജുഡീഷ്യൽ പ്രൊസീഡിങ്സ് നിലനിൽക്കുകയാണ്. ഇതിൽ പരാതിക്കാരായ ആളുകൾ കോടതിയെ നേരിട്ട് സമീപിച്ചിട്ടുള്ളതും ആ കോടതിയിൽ ഒരു MC ഇതുമായി ബന്ധപ്പെട്ട് ഓൾറെഡി ക്രിമിനലായി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ക്രിമിനൽ നടപടി ഓൾറെഡി പെൻഡിംഗ് ആണ്. ഇനി ആ ക്രിമിനൽ നടപടിയിൽ കൂടുതൽ എന്തായെങ്കിലും കോടതിയുടെ പരാമർശവും കോടതിയുടെ നടപടിക്രമങ്ങളും കൂടെ പരിശോധിച്ചിട്ട് ഇതിൽ മറ്റെന്തെങ്കിലും ആക്ഷേപങ്ങൾ ആ ഘട്ടത്തിൽ വരികയാണെങ്കിൽ ആ ഘട്ടത്തിൽ SIക്ക് അച്ചടക്ക നടപടിയുടെ ഭാഗമായി ശിക്ഷ നൽകിയിട്ടുണ്ട്. സ്ഥലം മാറ്റം ഒരു ശിക്ഷയല്ല, പ്രത്യേകം ശിക്ഷ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ നൽകിയിട്ടുണ്ട്. ലിഷോയ് വിവരങ്ങളുമായിട്ടുണ്ട്. ലിഷോ, ഇപ്പോൾ DIG തന്നെ പറയുന്നത് സ്ഥലമാറ്റം ഒരു ശിക്ഷ നടപടിയല്ല, അല്ലാത്തൊരു നടപടി സ്വീകരിച്ചു എന്നത് മാത്രമാണ്. ക്രിമിനൽ നടപടികൾ മുന്നോട്ട് പോകുന്നുവെന്നാണ്. അതായത് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഈ കുറ്റക്കാരെ സംരക്ഷിക്കാനുള്ള ഒരു ഇടപെടലൊന്നും ഉണ്ടാകില്ല എന്ന് കരുതാം അല്ലേ? തീർച്ചയായും വകുപ്പ് തല നടപടി എന്നുള്ള തലത്തിൽ അല്ല, അതായത് വകുപ്പ് തലത്തിലുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി ഇത്തരത്തിൽ ഒരു മാറ്റി നിർത്തൽ നടത്തിയതാണ്. അതല്ലാതെ ജുഡീഷ്യൽ ആയിട്ടുള്ള, അതായത് കോടതി നടപടികളൊക്കെ തന്നെ ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട്. ആ കോടതി നടപടികൾ തീരുന്ന മുറയ്ക്ക് തുടർ നടപടികൾ എടുക്കും എന്നുള്ളത് തന്നെയാണ് DIG ഹരിശങ്കർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഈ കർശനമായ നടപടികളുമായി മുന്നോട്ട് പോകണം എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് പരാതിക്കാരനുള്ളത്. അത് വീണ്ടെടുക്കും വരെ, അതായത് ആ നടപടി ഉണ്ടാകും വരെ തുടർ നടപടികളുമായി അല്ലെങ്കിൽ ഈ പോരാട്ടവുമായി മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഈ പരാതിക്കാരനായ സുജിത്ത് പറയുന്നത്. ശരി. MS ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്. സുജിത്തിന്റെ ഒരു പ്രതികരണം കൂടിയുണ്ട്. CCTV ഇല്ലാത്ത സ്ഥലത്ത് എത്തിച്ചും തന്നെ പോലീസ് പൊതിരെ തള്ളിയെന്നാണ് സുജിത്ത് ഇന്ന് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞത്. ദൃശ്യങ്ങൾ ലഭിക്കാതിരിക്കാൻ പോലീസ് പലതരത്തിലും ശ്രമിച്ചു. കേസ് ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയുള്ള ശ്രമം ഉണ്ടായെന്നും സുജിത്ത് പറഞ്ഞു. 2023 ഏപ്രിൽ മാസം 5-ാം തീയതിയാണ് എന്റെ നാട്ടില് എന്റെ കൂട്ടുകാര് രാത്രിയാകുമ്പോ ഒരു പൂരം ഉത്സവം കഴിഞ്ഞ എന്റെ വിഷ്വൽസ് കാണുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ കൂടിയിട്ടുണ്ടായിരുന്നു. SI നുഹ്മാൻ, ഷുഹൈർ ഡ്രൈവർ, രണ്ടുപേര് വന്നിട്ട് അവരായിട്ട് വാക്കുകാർക്കുണ്ടാവാനുള്ള കാരണം ചോദിച്ചപ്പോ എന്നെ നീ ആരാ ചോദിക്കാന്ന് പറഞ്ഞിട്ട് എന്റെ ഷർട്ട് പിടിച്ച് വലിച്ചിട്ട് നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാണ് ചെയ്തത്. ജീപ്പിന്റെ ബാഗിലിട്ടുണ്ടായിരുന്നു. അപ്പോ ബാക്ക് ഡോർ തുറന്നിട്ട് സജീവൻ സാറ് തലയ്ക്ക് അടിക്കുകയാണ് ഉണ്ടായത്. അവിടുന്ന് നേരെ സ്റ്റേഷനിലേക്ക് വന്ന് കയറി ലാത്തി എടുത്തിട്ട് സന്ദീപ് സാറ് ഇവരെല്ലാവരും കൂടി തന്നെ സ്റ്റേഷന്റെ മേലേക്ക് കൊണ്ടുപോയി. സന്ദീപ് എന്നുള്ള അവിടുത്തെ കോൺസ്റ്റബിൾ ഉണ്ട്, ആളും പിന്നെ സജീവൻ, പിന്നെ ഈ ശശിധരൻ, SI ആയിരുന്ന നുഹ്മാൻ, സുഹൈർ, ഒരു 5 പേരും കൂടിയിട്ടാണ് എന്നെ നല്ല ക്രൂരമായിട്ട് മർദ്ദിപ്പിച്ചത്. തെളിയും പറയുന്നുണ്ട്, നല്ലപോലെ തെളിയ പറയുന്നുണ്ട്. ഞാൻ മദ്യപിച്ചിട്ട് അവരെ വാക്കുകാർക്ക് ഉണ്ടായിരുന്നാണ് അവർ പറയുന്നത്.